സിറ്റി ഫ്ലവർ പ്രസൻസ് ഡയസ്നോറ ഓൺ ഫോക്കസ്, നേരിനൊപ്പം നന്മയോടൊപ്പം. You lift me up high, you spread my wings and fly me to the sky. I feel so alive, it's like my soul thrives in your light. But how I wish you'd be here with me all year around. Ramadan, ليتك دوما قريب. Love is everywhere, so much peace fills up the air. Ramadan, month of the Quran, I feel it inside me, strengthening my iman. But how I wish you'd be here with me all year around. Ramadan, 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 ya Habib. City Flower presents Diaspora on Focus, the first internet TV from the Gulf region. ചലനമറ്റു പോയൊരു സമൂഹം, പ്രതികരണം നിലച്ചുപോയൊരു ജനത, അലക്ഷ്യമായി ഒഴുകുന്ന യുവത, ഉത്തരവാദിത്ത ബോധമില്ലാത്ത ഭരണകൂടങ്ങൾ, വിശ്വാസികളെ വഞ്ചിച്ച് ജീവിക്കുന്ന മതപൗരോഹിത്യങ്ങൾ, പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാൻ മാത്രമായി സഹോദരിമാർ. എന്താ ഇങ്ങനെ? നൈരാശ്യത്തിന്റെ ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾക്കിടയിലും പിടിച്ചു നിൽക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ചിന്തകളുമായി, പ്രത്യാശയുടെ ചില മിന്നാമിനുങ്ങുവെട്ടവുമായി ഇതാ നന്മയോടൊപ്പം നീതിയോടൊപ്പം സിറ്റി ഫ്ലവർ പ്രസൻസ് ഡയസ്പോറ ഓൺ ഫോക്കസ് ഇവിടെ ആരംഭിക്കുന്നു. അൽമദീന പ്രസൻസ് കവർ സ്റ്റോറി. മുഹമ്മദ് മാനവരിൽ മഹോന്നതൻ. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രമുഖർ പ്രതികരിക്കുന്നു. കാണുക. പ്രവാചക ജീവിതം വിലയിരുത്തുമ്പോൾ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ചുള്ള പ്രമുഖരുടെ വിലയിരുത്തലുകൾക്കും കണ്ടെത്തലുകൾക്കും ഏറെ പ്രസക്തിയുണ്ട്. വിശ്വാസമെന്ത്, അവിശ്വാസമെന്ത്, ധർമ്മമെന്ത്, അധർമ്മമെന്ത്, നീതിയെന്ത്, അനീതിയെന്ത്, ശരിയെന്ത്, തെറ്റെന്ത് എന്നെല്ലാം വ്യക്തമായി നിർദ്ദേശിക്കുകയും ഇന്നത് പ്രവർത്തിക്കാം, ഇന്നത് പ്രവർത്തിച്ചുകൂടാ എന്ന് വ്യക്തമായി കൽപ്പിക്കുകയും ചെയ്ത മറ്റേത് മതനേതാവാണ് ചരിത്രത്തിലുള്ളതെന്ന്? ഏകനായ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടുവാനും പാടുള്ളൂ എന്ന് ഉത്ബോധിപ്പിച്ചതിന്റെ പേരിൽ ആ സ്രഷ്ടാവിനെ അല്ലാതെ മറ്റു സൃഷ്ടികളെ ആരാധിക്കുന്നവർക്ക് സ്വാഭാവികമായും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. വ്യഭിചരിക്കുകയും വ്യഭിചാരശാല നടത്തുകയും ചെയ്യുന്നവർക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം അത്തരത്തിലുള്ള ധാർമ്മികമായ പ്രവർത്തനങ്ങളെ പ്രവാചകൻ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നിരോധിച്ചിരിക്കുന്നു. മദ്യപിക്കുകയും മദ്യശാല നടത്തുകയും ചെയ്യുന്നവർക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു. കരിഞ്ചന്ത നടത്തുകയും പലിശ വാങ്ങുകയും ചെയ്യുന്നവർക്കും പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം അത്തരത്തിലുള്ള ചൂഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു. ജനങ്ങളെ അടിച്ചമർത്തുകയും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികൾക്കും
പ്രവാചകനോട് എതിർപ്പ് തോന്നാം. കാരണം അത്തരത്തിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണാധികാരികൾക്ക് സ്വർഗം ലഭിക്കില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. പ്രമുഖ ചിന്തകൻ എമേഴ്സൺ പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും ശക്തരായ 10 പേരെ എനിക്ക് നൽകിയാൽ അതിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് പ്രവാചകൻ മുഹമ്മദിനെ ആയിരിക്കും. എന്നാൽ അർണോൾഡ് ജെ ടോയിൻബി പറയുന്നു, പരിശുദ്ധ പ്രവാചകനായ മുഹമ്മദ് നബി അറബി നാട്ടിൽ ജനിക്കുന്നതിന് മുമ്പ് ആ ദേശത്ത് നിന്ന് ഒരു മഹാനായ ഒരു വ്യക്തിയുടെ പേരോ ഒരു സംസ്കാര സമ്പന്നമായ ജനതയുടെ ചരിത്രമോ ലോകം കേട്ടിട്ടില്ല. മരുഭൂമിയിൽ ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാർ എന്ന് മാത്രമേ ലോകത്തിന് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഒരു സംസ്കാരം ഉയർന്നു വരാൻ സാധ്യതയുള്ള സസ്യലതാദികൾ ഇടതൂർന്നു പറഞ്ഞ നദീതടങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര വലിയൊരു വെളിച്ചം ലോകത്തിന് എങ്ങനെ ഉണ്ടായി എന്ന് അർണോൾഡ് ജെ ടോയിൻബി അത്ഭുതം കൂറുകയാണ്. വിസ്മയകരമായ ദാർശനിക പ്രതിഭ കൊണ്ട് സമൂഹത്തെ മാറ്റിമറിച്ച ആ ദിവ്യ ജ്യോതിസിന്റെ ഓർമ്മകൾ എക്കാലവും കാലം നെഞ്ചിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യും. 14 നൂറ്റാണ്ടിനപ്പുറം പതിമക്കളിൽ പിറന്നുള്ള ഹബീബരെ അല്ലാഹുവിന്റെ ദൂതരെ. 14 നൂറ്റാണ്ടിനപ്പുറം പതിമക്കളിൽ പിറന്നുള്ള ഹബീബരെ അല്ലാഹുവിന്റെ ദൂതരെ. ആകലോക പ്രവാചക അല്ലാഹുവിന്റെ ദീനിൻ മാതൃക, ആലമാകെ ഇസ്ലാമിൻ പ്രഭ പരത്തിയ നായക, ആരിലും പ്രിയമേറി വന്നു വെളിച്ചമേകിയ ചന്ദ്രിക. പ്രവാചകൻ മുഹമ്മദ് ജീവിച്ചു കാട്ടിയ വഴികളിലൂടെ ഒരു മതത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഇസ്ലാം വിജയിച്ചുവെങ്കിൽ അതിന് കാരണം പ്രവാചകന്റെ ജീവിതം വിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നുവെന്ന് പറഞ്ഞത് ഏതെങ്കിലും ഇസ്ലാം മത വിശ്വാസിയല്ല, മറിച്ച് പ്രമുഖ ചിന്തകൻ സർ വില്യം മൂർ തന്നെയാണ്. 1840 മെയ് മാസം 8-ാം തീയതി ലണ്ടനിലെ ബുദ്ധിജീവികൾ അഭിമുഖീകരിച്ചുകൊണ്ട് തോമസ് കാർലിൽ പറഞ്ഞു, പാശ്ചാത്യർ പ്രവാചകനെതിരെ തൊടുത്തുവിടുന്ന അടിസ്ഥാനരഹിതങ്ങളായ വിമർശനങ്ങൾ അവരുടെ വിവരക്കേട് മാത്രമാണ് കാണിക്കുന്നതെന്ന്. ഭൗതിക ജീവിതത്തിൽ ഒന്നും ആഗ്രഹിക്കാതിരുന്ന സത്യാന്വേഷി, അധാർമികത മുഖമുദ്രയാക്കിയിരുന്ന അറബ് സമൂഹത്തെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹനീയമായ നാഗരികതയിലേക്ക് നയിച്ച പ്രവാചകൻ എക്കാലത്തും ഏത് സമൂഹത്തിനും മഹത്തായ മാതൃകയാണ് സമ്മാനിച്ചത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അഗാധമായ ഗർത്തങ്ങളിൽ വീണുകിടന്നൊരു സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും യുക്തിഭദ്രമായ ഒരു വിശ്വാസ സംഹിതയുടെ ദീപശിഖ എന്തുന്നവരാക്കി തീർത്ത പ്രവാചകൻ സ്വന്തം സഹോദരന്റെ കഴുത്തറക്കുകയും അവനെ വഞ്ചിക്കുകയും അതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന ഒരു ജനവിഭാഗത്തെ പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സ്വർണചരടിൽ കോർത്തിണക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യത്തിലും ലഹരി പദാർത്ഥത്തിലും നീന്തിക്കുളിച്ചിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് ഒറ്റ ദിനം കൊണ്ട് മദ്യം തെരുവുകളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇനി മദ്യം തൊടുക പോലും ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുപ്പിച്ച് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംഭവം സൃഷ്ടിച്ച പ്രവാചകൻ സ്ത്രീകളുടെ ആത്മാവില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു ജനവിഭാഗത്തെ കൊണ്ട് സ്വർഗം മാതാവിന്റെ കാൽപാദങ്ങളുടെ ചുവട്ടിലാണെന്ന് ബോധ്യപ്പെടുത്തുകയും പെൺകുഞ്ഞിന്റെ ജന്മം ഒരു ശാപവും ദുരന്തവുമായി കണ്ടിരുന്നവരെ കൊണ്ട് പെൺകുഞ്ഞിന്റെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് അംഗീകരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്നെയല്ലാതെ ഭാര്യയെയും സന്താനങ്ങളെയും പോലും സ്നേഹിക്കാതിരുന്ന ഒരു ജനവിഭാഗത്തെ പരിവർത്തിപ്പിക്കുകയും വിശ്വസിക്കുന്ന ആദർശത്തിനു വേണ്ടി ജീവൻ പോലും ത്യജിക്കുവാൻ പ്രാപ്തനാക്കി തീർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പ്രവാചകൻ മാതൃക കാണിച്ചിട്ടുണ്ട്. മുഹമ്മദ് എന്ന അനാഥൻ, മുഹമ്മദ് എന്ന നാട്ടിടയൻ, മുഹമ്മദ് എന്ന വ്യാപാരി, മുഹമ്മദ് എന്ന കുടുംബനാഥൻ, മുഹമ്മദ് എന്ന പ്രവാചകൻ, മുഹമ്മദ് എന്ന പ്രഭാഷകൻ, മുഹമ്മദ് എന്ന അഭയാർത്ഥി, മുഹമ്മദ് എന്ന പടയാളി, മുഹമ്മദ് എന്ന സർവ്വസൈന്യാധിപൻ, മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് എന്ന ഭരണതന്ത്രജ്ഞൻ, മുഹമ്മദ് എന്ന ന്യായാധിപൻ, മുഹമ്മദ് എന്ന നിയമജ്ഞൻ, മുഹമ്മദ് എന്ന സ്ത്രീ വിമോചകൻ, മുഹമ്മദ് എന്ന അടിമാമോചകൻ, നൂറ്റാണ്ടുകൾ കൊണ്ട് ചെയ്തു തീർക്കേണ്ട കർമ്മസംഹിതകൾ ഇത്രയും ഹ്രസ്വമായ കാലഘട്ടത്തിനുള്ളിൽ ചെയ്തു തീർത്ത മറ്റേത് വ്യക്തിയാണ് ചരിത്രത്തിന്റെ വിരുമാറിലൂടെ കടന്നുപോയിട്ടുള്ളത്?
തന്നെയും അനുചരന്മാരെയും ഏറ്റവും ക്രൂരമായി ദ്രോഹിക്കുകയും അപമാനിക്കുകയും ചെയ്ത ഖുറൈശി പ്രമുഖരെ മുഴുവൻ മക്ക വിജയത്തിനു ശേഷം സ്വന്തം കാൽക്കീഴിൽ വന്നു കിട്ടിയിട്ടും അവർക്കെല്ലാം മാപ്പ് നൽകുവാൻ പ്രവാചകനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? പ്രവാചക ജീവിതം തൻ്റെ അനുയായികളിൽ വരുത്തിയ സ്വാധീനം ഏറെ മഹത്തരമായിരുന്നു. ചരിത്രത്തിൽ ഇതിന് മറ്റ് സമാനതകൾ ഒന്നുമില്ല. ബോസ്വർത്ത് സ്മിത്ത് പറയുന്നുണ്ട്, വിത്തൗട്ട് എ സ്റ്റാൻഡിംഗ് ആർമി, without a bodyguard, without a palace, without a fixed revenue, if ever any man had the right to say he ruled by the right divine, it is Muhammad. സ്ഥിരമായൊരു സേനയില്ലാതെ, ഒരു അംഗരക്ഷകൻ പോലുമില്ലാതെ, ഒരു രാജകൊട്ടാരമില്ലാതെ, സ്ഥായിയായൊരു വരുമാനമില്ലാതെ ഒരു മാതൃകാ ഭരണം സംസ്ഥാപിച്ച് നടപ്പിൽ വരുത്തിയെന്ന് ആധികാരികമായി ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമെങ്കിൽ അത് മുഹമ്മദിന് മാത്രമാണെന്ന് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയുന്നു. മുഹമ്മദ് ഈസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഓഫ് ഓൾ റിലീജിയസ് പേഴ്സണാലിറ്റീസ് ഓഫ് ദ വേൾഡ്. മതനേതാക്കളിൽ വെച്ച് ഏറ്റവും അധികം വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണെന്ന് ദ 100 എന്ന ഗ്രന്ഥത്തിൽ മൈക്കൽ എച്ച് ഹാർട്ട് പറയുന്നുണ്ട്, മുഹമ്മദ് ഈസ് ദ ഓൺലി മാൻ ഹു ഹാഡ് ബീൻ എക്സ്ട്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽസ്. മതവും മതേതരവുമായ മേഖലകളിൽ ഒരുപോലെ വിജയം വരിച്ചത് മുഹമ്മദ് മാത്രമാണ് എന്ന്. പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉന്നതമായ ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതാണ് മഹത്വത്തിന്റെ മാനദണ്ഡമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് മാനവരിൽ മഹോന്നതൻ. ദൈവേച്ഛയുടെ വെളിപാടാണ് വേദഗ്രന്ഥമെങ്കിൽ അതിന്റെ പ്രായോഗിക രൂപമാണ് പ്രവാചകചര്യ. ആരെങ്കിലും ബോധപൂർവം ലഹരിയുള്ള മദ്യം, നിരോധിക്കപ്പെട്ട മദ്യം, അനുവദിക്കപ്പെടാത്ത മദ്യം ആരെങ്കിലും സേവിച്ചു പോയാൽ ആ ആള് പിന്നെ അതിൽ നിന്ന് പശ്ചാത്താപം ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അവൻ എന്റെ ആളല്ല, ഞാൻ അവന്റെ ആളുമല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. മദ്യത്തെയല്ല ചികിത്സിക്കേണ്ടത്, അതിന്റെ ആസക്തിയെയാണ്. സമ്പൂർണ്ണ മനുഷ്യനായ പ്രവാചകനെ അനുധാവനം ചെയ്ത വിശ്വാസി സമൂഹത്തിന്റെ കരുത്തും ഐക്യബോധവും സാമൂഹ്യാവബോധവും അർപ്പണബോധവും സ്നേഹസൗഹൃദങ്ങളും ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജോർജ് ബെർണാഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ സംബന്ധിച്ച് പറഞ്ഞത്, I have studied him, the wonderful man. He must be called the savior of humanity. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. മാനവരാശിയുടെ മോക്ഷദായകൻ എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയേണ്ടതെന്ന്. ലമാർട്ടിൻ പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നു, ഫിലോസഫർ, ഒററ്റർ, അപ്പോസ്റ്റൽ, ലെജിസ്ലേറ്റർ, വാരിയർ, കോൺകറർ ഓഫ് ഐഡിയാസ്, റിസ്റ്റോറർ ഓഫ് റാഷണൽ ഡോഗ്മാസ് ഓഫ് എ കൾട്ട് വിത്തൗട്ട് ഇമേജസ്, founder of 20 terrestrial empires and one single empire. That is Muhammad. As regard all standards by which human greatness may be measured, we may well ask, is there any man greater than he? തത്വചിന്തകൻ, വാഗ്മി, മതനേതാവ്, നിയമനിർമ്മാതാവ്, പടയാളി, യുക്തിഭദ്രമായൊരു വിശ്വാസ സംഹിതയുടെ സ്ഥാപകൻ, 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെയും ഒരു ആത്മീയ സാമ്രാജ്യത്തിന്റെ മഹാസ്ഥാപകൻ, അതാണ് മുഹമ്മദ്. മനുഷ്യ മഹത്വം അളക്കുവാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും എടുത്ത് സസൂക്ഷ്മം അളന്നാലും നമുക്ക് ചോദിക്കാം, ഇദ്ദേഹത്തെക്കാൾ മഹാനായ മറ്റേത് വ്യക്തിയാണുള്ളതെന്ന്. അനന്തമായ പ്രകാശം പോലെ ആ നെറ്റിത്തടം നബിയെ, പാവങ്ങൾ കാലംബമേകുന്ന നെറ്റിത്തടമേ, തൊഴിലാളി വർഗത്തിന് വിമോചനത്തിന്റെ പാത തീർത്ത നെറ്റിത്തടമേ, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവന്റെ കൈപിടിച്ചുകൊണ്ട് അധ്വാനിച്ച് നേടുന്നതിനേക്കാൾ നല്ല ഒരന്നവും നമ്മളാരും കഴിച്ചിട്ടില്ലെന്ന് പറയാൻ ഏതൊരു ലോകനായകൻ തയ്യാറായോ, അധ്വാനിക്കുന്ന വിറക് വെട്ടുന്നവന്റെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഇത് സ്വർഗത്തിലേക്കുള്ള കയ്യ് പോലെ എന്ന മൊഴിഞ്ഞുവോ, ആ മൊഴി ശബ്ദത്തിന്റെ ഉടമയുടെ നെറ്റിത്തടമേ, നൂറേ അസൽ തേരീ ജബീൻ, അനന്തപ്രകാശം പോലെ നെറ്റിത്തടമേ മുഹമ്മദ് മുസ്തഫ. മുഴുവൻ പ്രവാചകന്മാരുടെ എല്ലാ സദ്ഗുണങ്ങളും ഒരാളിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി. نبينا بنور وادينا
في المدينة محمد نبينا بنور وادينا. ഷിഫ അൽ ജസീറ പ്രസൻസ് ഖുർആൻ റെസിറ്റേഷൻ. നമ്മുടെ കുരുന്നു മക്കൾ നമ്മോട് പങ്കുവെക്കുന്ന അർത്ഥവത്തായ വരികൾ. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان يسأله من في السماوات والأرض كل يوم هو في شأن فبأي آلاء ربكما تكذبان. സാറാസ് പ്രസൻസ് സൗദി വാർത്തകൾ ബ്രീഫ്. യവനിക കലാ സാംസ്കാരിക വേദി റിയാദിൽ അത്താഴ സൗഹൃദ സംഘം സംഘടിപ്പിച്ചു. ഹമീദ് വാണിമേൽ റമദാനിലെ അത്താഴത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. പ്രസിഡന്റ് നവാസ് ഖാൻ പത്തനാപുരം അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ സത്താർ കായംകുളം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സലീം പള്ളിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. NRK ജനറൽ കൺവീനർ ബാലചന്ദ്രൻ, മീഡിയ ഫോറം പ്രസിഡന്റ് നാസർ കാരന്തൂർ, MES പ്രസിഡന്റ് PV അജ്മൽ, ഇസ്മായിൽ ഇരിമേലി, സക്കീർ വടക്കുംതല, സലീം കളക്കര തുടങ്ങിയവർ സംബന്ധിച്ചു. സൗദി ഇസ്ലാമിക മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടത്തിവരുന്ന സമൂഹ നോമ്പുതുറ ഈ വർഷവും എല്ലാ ദിനങ്ങളിലും നടന്നുവരുന്നു. റിയാദിലെ വാണിജ്യ കേന്ദ്രമായ ബത്തയിലെത്തുന്ന വഴിയാത്രക്കാർക്കും ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാവുന്നതാണ്. പ്രസിഡന്റ് ജലാൽ കൊച്ചിയുടെ നേതൃത്വത്തിൽ 50 പേരടങ്ങുന്ന വളണ്ടിയർമാർ സേവന രംഗത്തുണ്ട്. റസാഖ് സൊലാഹി, MD ഹുസൈൻ, അബ്ദുൽ വഹാബ്, ഫസലുർ റഹ്മാൻ, ഫൈസൽ ബുഹാരി തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. സമസ്ത ജനറൽ സെക്രട്ടറി അതിനുശേഷം റിയാദിലെത്തിയ ഷെയ്ഖുൽ ജാമിയ കെ ആലിക്കുട്ടി മുസ്ലിയാർക്ക് പൗരസ്വീകരണം നൽകി.
റിയാദിലെ മതരാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്നും പൂർവികരുടെ നന്മകൾ പിന്തുടരാൻ എല്ലാവരും തയ്യാറാവണമെന്നും ആലിക്കുട്ടി മുസ്ലിയാർ ഉണർത്തി. KMCC സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് വേങ്ങാട് ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ ഫൈസി ചെങ്ങമനാട് അധ്യക്ഷത വഹിച്ചു. മോഡേൺ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അനീഫ്, SKIC നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലവിക്കുട്ടി ഒളവട്ടൂർ, സെയ്ദ് അലവി ഫൈസി, ഹമീദ് വാണിമേൽ, ഹുദവി, അബൂബക്കർ ഹാജി ബ്ലാത്തു തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. റിയാദിലെ വീട്ടമ്മമാർ ചേർന്ന് നടത്തിയ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി. പ്രശസ്ത ഫേസ്ബുക്ക് കൂട്ടായ്മയായ മലബാർ അടുക്കളയിലെ അംഗങ്ങളാണ് പ്രവാസി സംഘടനകളുടെ ഒന്നും പിൻബലമില്ലാതെ തന്നെ ഇഫ്താർ വിരുന്നൊരുക്കിയത്. റിയാദ് അൽ മദീന ഹൈപ്പർ മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ 50ലധികം കുടുംബങ്ങൾ പങ്കെടുത്ത ഇഫ്താർ സംഗമത്തിന് മലബാർ അടുക്കള റിയാദ് കോർഡിനേറ്റർ നൌഫീന സാബു നേതൃത്വം നൽകി. കൂട്ടായ്മയിലെ അംഗങ്ങൾ വീടുകളിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടുവന്ന വ്യത്യസ്ത വിഭവങ്ങൾ അതിഥികളുടെ പ്രശംസ പിടിച്ചുപറ്റി. ചടങ്ങിൽ സെൽമ സാബു, ഹിബ എന്നീ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രഭാഷണം ആകർഷകമായി. വിദ്യാർത്ഥികൾക്ക് മിസ്റ്റർ ലൈറ്റിന്റെ ഉപഹാരം മാനേജർ സത്താർ കുഞ്ഞ് കായംകുളം സമ്മാനിച്ചു. OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി വാർഷികോപഹാരമായി പുറത്തിറക്കിയ സബർമതി സ്മരണിക പ്രകാശനം ചെയ്തു. സഫ മക്ക ഹാളിൽ നടന്ന ചടങ്ങിൽ സൗദി വ്യവസായ പ്രമുഖൻ ഫൈസൽ ബിൻ മുബാറക് അൽ ഗഹ്താനിക്ക് ആദ്യ പ്രതി നൽകി. സഫ മക്ക മെഡിക്കൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാജി അരിപ്ര പ്രകാശനം നിർവഹിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെ വനിതാ KMCC ആദരിച്ചു. എല്ലാ വിഷയങ്ങളിലും A1 നേടിയ നാദിയ നസീമുദ്ദീന് KK കോയ മുഹജിയും, 2ാം സ്ഥാനം നേടിയ അബ്ദുൽ മുനീറിന് KMCC നാഷണൽ കമ്മിറ്റി സെക്രട്ടറി SV അർഷുൽ അഹമ്മദും, 3ാം സ്ഥാനത്തെത്തിയ ഫായിസ് അബ്ദുൽ അസീസിന് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് കുന്നുമൽ കോയും മെമന്റോ കൈമാറി. വനിതാ KMCC സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. പീസ് ടീവി പ്രസൻസ് കിഡ്സ് ടോക്ക്. ഇസ്ലാമിന്റെ മാനവികതയെക്കുറിച്ച് ഈ കുട്ടികൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. Assalamu alaikum wa rahmatullahi wa barakatuh. I seek refuge with Allah from Satan the accursed. In the name of Allah, most gracious, most merciful. O you who have believed, seek help through patience and prayer. Indeed, Allah is with the patient. And do not say about those who are killed in the way of Allah, they are dead. Rather, they are alive, but you perceive it not. And we will surely test you with something of fear and hunger and a loss of wealth and lives and fruits. But give good tidings to the patient, who, when disaster strikes them, say, indeed, we belong to Allah, and indeed, to Him we will return. Those are the ones upon whom are the blessings from their Lord and mercy, and it is those who are the rightly guided. Indeed, As-Safa and Al-Marwa are among the symbols of Allah. So whoever makes Hajj to the house or performs Umrah, there is no blame upon him for walking between them. And whoever volunteers good, then indeed Allah is appreciative and knowing. Indeed, those who conceal what we send down of clear proofs and guidance, after we made it clear for the people in the scripture, those are cursed by Allah and cursed by those who curse. Except for those who repent and correct themselves and make evident what they have concealed. Those I will accept their repentance, and I am the accepting of repentance, the merciful. Assalamu alaikum wa rahmatullahi wa barakatuh. അദുവ അൽ ഷുഗ പ്രസൻസ് നമ്മൾ അറിയാതെ പോയവർ ജീവകാരുണ്യം. ഈ കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതാവുന്ന ജീവിതാവസ്ഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭൂമുഖത്തെവിടെയോ ജീവിച്ചിരിപ്പുള്ള ഉപ്പയുടെ മുഖം കാണേണ്ടെന്നും അയാൾ എനിക്ക് വെറുപ്പാണെന്നും പറയുന്ന ഒരു മകളെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിലെ പ്രതിസന്ധികളെ ഊതിപ്പെരിപ്പിച്ച് സങ്കടം നടിക്കുന്നവർ ബന്ദിയോട് പച്ചമ്പളത്തെ ഈ ഫാത്തിമയുടെയും മകൾ മുംതാസിന്റെയും കഥയൊന്ന് കേൾക്കണം. ജന്മം കൊടുത്ത 3ാം വർഷത്തിൽ ഒട്ടും പരിചിതമല്ലാത്ത പ്രദേശത്ത് നിരക്ഷരിയായ ഉമ്മയെയും മകളെയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആ മനുഷ്യനെ പറ്റി അറിയണം. നിന്ന് തിരിയാനിടമില്ലാത്ത കുടിസുമുറിയിലെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ കാണണം. സ്വീകരണ മുറിയോ ഡൈനിങ് ഹാളോ കുളിമുറിയോ പോയിട്ട്
ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ലാത്ത 4 ചുമരുകളെ നിങ്ങൾ വീട് എന്ന് വിളിക്കുമോ എന്നറിയില്ല. ചെളിവെള്ളം അടിച്ചു കയറുന്ന വാതിലിനപ്പുറം 2 കല്ലുകൾ പാകിയ അടുപ്പ്, തൊട്ടടുത്ത് കൂട്ടിയിട്ട വിറക്, ഒരു ബെഞ്ച്. തീർന്നു. ഇത്രയുമാണ് ഒരുമ്മയുടെയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുടെയും താമസസ്ഥലം. വാക്കുകൾ കൊണ്ട് എങ്ങനെ പറഞ്ഞാലും ഈ നൊമ്പരങ്ങളെ വരച്ചു കാട്ടാനാവില്ല. സുഹൃത്തെ, ഇവിടെയാണ് സ്വന്തവും ബന്ധവും മറ്റുപോയ ഇവർ 2 പേർ കഴിഞ്ഞ 11 വർഷങ്ങളായി ജീവിക്കുന്നത്. പഠിച്ചവനെ, എന്തൊരവസ്ഥയാണിത്, എന്തൊരു ദുരിതമാണിത്. മംഗലാപുരം സ്വദേശിയായ ആരിഫ് 17 വർഷങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ തന്നെ ബി ഫാത്തിമയെ വിവാഹം കഴിച്ച് ഉപ്പളയിലേക്ക് കൊണ്ടുവന്നത്. മകൾക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ ചെമ്പളയിലെയും മുറിയിൽ കൊണ്ടുചെന്നാക്കി ഒരു പ്രഭാതത്തിൽ അയാൾ യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോയതാണ്. പിന്നീട് കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ 2 മനുഷ്യ സ്ത്രീകൾ ജീവിച്ചെന്നോ മരിച്ചെന്നോ അയാൾ അന്വേഷിച്ചിട്ടില്ല. കത്തുപാട്ടുകൾ കേട്ട് വിരഹത്തെപ്പറ്റി കണ്ണീരൊടുക്കുന്നവർ ഇതറിയുന്നുണ്ടോ? ലോകപരിചയമില്ലാത്ത, ശരിക്കും മലയാളം സംസാരിക്കാൻ അറിയാത്ത, ഉറ്റവരും ഒടിയവരുമില്ലാത്ത ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ 3 വയസ്സുള്ള പെൺകുട്ടിയുടെയും അവരുടെ ഉമ്മയുടെയും ചിത്രം മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? അവളുടെ നിലവിളി കേട്ട് കറുത്തുപോയ ചുമരുകൾക്കുള്ളിൽ സങ്കടങ്ങൾ വായിക്കാനാകുന്നുണ്ടോ? അതിനുശേഷം മരിക്കാതിരിക്കാനായി അവർ അനുഭവിച്ച ത്യാഗങ്ങളെക്കാൾ വലിയ എന്ത് ജീവിത പാഠമാണ് നിങ്ങൾക്ക് ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയുക? മകളുടെ വിശപ്പിന്റെ വിളി കേട്ട് നിൽക്കാനാവാതെ രാത്രിയും പകലും വീട് തീർത്ത് ബി ഫാത്തിമ അറിയാവുന്ന വിധത്തിൽ ജീവിതത്തോട് പൊരുതി. അടുപ്പ് പുകച്ചു, മുറിയുടെ വാടക കൊടുത്തു. വീട് തീർപ്പിലെ വരുമാനം തികയാതെ വന്നപ്പോൾ അവർ അടുത്തുള്ള തോട്ടത്തിൽ കൂലിപ്പണിക്ക് പോയി. മുംതാസിനെ സ്കൂളിൽ ചേർത്തു. 2 പേർ നിന്നാൽ വീർപ്പമുട്ടുന്ന ഈ കുടിസുമുറിയിൽ മുംതാസ് എന്ന രാജകുമാരിയെ അവർ വളർത്തി. പക്ഷെ വിധി പിന്നെയും ദുരന്തങ്ങളുമായി കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമിത വേഗതയിൽ വന്ന ബൈക്ക് മുംതാസിനെ ഇടിച്ചു വീഴ്ത്തിയത്. കുഞ്ഞിളം കാലിലേക്ക് കയറിയിറങ്ങിയ ബൈക്കിന്റെ ചക്രം അവരുടെ അസ്ഥികളെ പല കഷ്ണങ്ങളായി നുറുക്കി. മംഗലാപുരം വെള്ളൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷനും 3 മാസത്തെ ആശുപത്രിവാസവും. സന്ദർശകരായി ആരും വരാത്ത വാർഡിലെ മറ്റു രോഗികളാണ് അവർക്ക് അത്രയും കാലം ഭക്ഷണവും മരുന്ന് വാങ്ങാനുള്ള പണവും നൽകിയത്. അത്രമേൽ ഒറ്റപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും? മുംതാസിന്റെ കാലിൽ ഘടിപ്പിച്ച സ്റ്റീൽ ഇതുവരെ അടിച്ചു മാറ്റിയിട്ടില്ല. സ്കൂളിലേക്ക് നടന്നു പോകുമ്പോൾ പലവട്ടം പേശികൾ പിണങ്ങും. അസഹനീയമായ വേദനയിൽ ആരും കാണാതെ അവൾ കരയും. പല ജന്മങ്ങളുടെ ദുരിതങ്ങൾ ഒറ്റയ്ക്കനുഭവിച്ച ഉമ്മയോടാണോ ആരോടാണ് അവൾ തന്റെ സങ്കടങ്ങൾ പറയേണ്ടത്? പല്ലുകൾ പകുതിയും കൊഴിഞ്ഞ സംസാരത്തിനിടയിൽ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന ബി ഫാത്തിമ എന്ന സ്ത്രീക്ക് 36 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുള്ളൂ. സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറം ദുരന്തങ്ങൾ വാങ്ങി ചെറിയ പ്രായത്തിൽ തന്നെ വൃദ്ധയായി മാറിയ ഈ ഉമ്മയുടെ മുഖം മനസ്സിൽ നിന്ന് എങ്ങനെയാണ് മായ്ച്ചു കളയാൻ കഴിയുക? തിരിച്ചടികൾ കൊണ്ട് ഉടഞ്ഞുപോയ ഈ ശരീരം ഇന്ന് രോഗങ്ങളുടെ പരീക്ഷണശാലയാണെന്ന് കൂടി അറിയുക. നെഞ്ചിലും വയറിലും വേദനകളുണ്ടാക്കി വിധി അവരാക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതോടെ തോട്ടം പണി നിന്നു. വീണ്ടും ബീഡിപ്പാത്രം കയ്യിലെടുത്തു. എന്നാൽ അവരുടെ വിരലുകൾ ഇപ്പോൾ പഴയതുപോലെ ചലിക്കുന്നില്ല. ആഴ്ചയിൽ 100 രൂപക്കുള്ള ബീഡി മാത്രമാണ് തെറുക്കാൻ കഴിയുന്നത്. സഹായത്തിനായി കൈനീട്ടുന്നതുകൊണ്ടാണ് മരിക്കാതെ അപമാനിക്കപ്പെടാതെ ഈ ഉമ്മയും മകളും ജീവിക്കുന്നത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മകളെ മുറിയിൽ താഴിട്ട് പൂട്ടി പുറത്തേക്ക് പോകുന്ന ബി ഫാത്തിമയുടെ രംഗം ഒന്നോർത്തു നോക്കൂ. കിട്ടുകഥയല്ല കൂട്ടുകാരാ, ചുറ്റുമുള്ള ലോകത്തെ അവർക്ക് അത്രമേൽ പേടിയാണ്. പ്രായത്തിൽ കവിഞ്ഞ ശരീര വളർച്ച കാണുമ്പോൾ ഏതുമ്മയാണ് അത് ഭയപ്പെടാത്തത്? മുംതാസ് എന്ന തന്റെ രാജകുമാരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ബി ഫാത്തിമയ്ക്കൊരു ജീവിതമില്ലല്ലോ. അല്ലെങ്കിലും ഏറ്റവും വിലപ്പെട്ടതിനെ താഴിട്ട് പൂട്ടുകയാണല്ലോ നമ്മുടെയും പതിവ്. ഓർമ്മ വെക്കുന്നതിന് മുമ്പ് ഉപേക്ഷിച്ചു പോയ ആശുപത്രിക്കട്ടിലെ വേദനയിൽ അരികിലെത്താത്ത, കരയുന്ന നേരങ്ങളിൽ ചേർത്തു പിടിക്കാത്ത മുംതാസിന്റെ ഉപ്പയെ വിശേഷിപ്പിച്ചാൽ ക്രൂരത എന്ന പദം പോലും ലജ്ജിച്ച് തലതാഴ്ത്തും. ആ മനുഷ്യനെയാണ് അവൾ ഇന്ന് ഏറ്റവും അധികം വെറുക്കുന്നത്. എനിക്ക് ഉമ്മയെ മാത്രം മതിയെന്നാണ് അവൾ ബി ഫാത്തിമയെ ചേർത്ത് പിടിച്ച് പറയുന്നത്. ഉമ്മയെക്കുറിച്ച് പറയാൻ അവൾക്ക് 100 നാവാണ്. ദുഃഖങ്ങളേറെ അനുഭവിച്ചാലും നിങ്ങൾ ഭാഗ്യവതിയാണ് ബി ഫാത്തിമ. ഇത്രമേൽ സ്നേഹിക്കുന്ന ഒരു മകളെ ഭൂമിയിൽ മറ്റൊരുമ്മയ്ക്കും കിട്ടിയിട്ടുണ്ടാവില്ല. സ്റ്റഡി റൂമിന്റെയും ലാപ്ടോപ്പിന്റെയും സൗകര്യങ്ങൾ പോരെന്ന് വാശി പിടിക്കുന്ന പെൺമക്കളുടെ ഒപ്പമാർ ഒന്ന് കാണണം. 8ാം ക്ലാസ്സുകാരിയുടെ വീടിന് അകത്തണം. എന്നിട്ടും ഈ വേദന ആർക്കു മുന്നിലും കാണിക്കാതെ മിടുക്കിയായി പഠിക്കുന്നതിന്റെ വിജയരഹസ്യം. മഴ കൂരിച്ചൊരിയുമ്പോൾ അകത്തേക്ക് കയറുന്ന ചെളിവെള്ളത്തിന് നടുവിൽ ഒരു കിടക്കയും കട്ടിലുമില്ലാത്ത ഈ വാടകമുറി. കുളിക്കാൻ വേണ്ടി അയൽ വീടുകളിലേക്ക് നടന്നു പോകുന്ന, അവിടെ തന്റെ ഊഴത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു 14 വയസ്സുകാരിയുടെ മാനസികാവസ്ഥ. അടുപ്പ് കത്തിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലുള്ളവർ വഴക്കടിക്കുന്നതിന്റെ നൊമ്പരം. സ്കൂളിനും ഈ മുറിക്കും പുറത്തുള്ള ഒരു ലോകവും കണ്ടിട്ടില്ലാത്ത അവളുടെ സ്വപ്നങ്ങൾ. എന്നിട്ടും ബി ഫാത്തിമക്ക് പഠിച്ചവനോട് പരാതിയില്ല, ആരോടും പരിഭവങ്ങളില്ല. പക്ഷേ നെഞ്ചുവേദനയേക്കാൾ ആഴത്തിൽ ഒരു മുറിവ് ആ മനസ്സിലുണ്ട്. അത് മുംതാസ് എന്ന തന്റെ മകളാണ്. അവൾക്ക് വേണ്ടി മാത്രം ഒരു കൊച്ചുകൂര വേണം. എന്നിട്ട് വേണം അവരുടെ കൂട്ടുകാരികളെ അഭിമാനത്തോടെ തന്റെ വീട്ടിലേക്ക് വിളിക്കാൻ. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാണെന്ന് മാത്രം അവർക്കിപ്പോഴും നിശ്ചയമില്ല. ന്യൂസ് ഓഫ് അമക്ക പ്രസൻസ് ഗീതങ്ങൾ.
ഭക്തിസാന്ദ്രമായ വരികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. ആയിരം മാസം സൽക്കർമ്മം ചെയ്തത് തുല്യമാണീ പുണ്യരാത്രി. ആയിരം മാസം സൽക്കർമ്മം ചെയ്തത് തുല്യമാണീ പുണ്യരാത്രി. മലക്കുകളായിരം ഭൂമിയിലെത്തി തസ്ബീഹ് ചൊല്ലുന്ന രാത്രി, തസ്ബീഹ് ചൊല്ലുന്ന രാത്രി. മലക്കുകളായിരം ഭൂമിയിലെത്തി തസ്ബീഹ് ചൊല്ലുന്ന രാത്രി, തസ്ബീഹ് ചൊല്ലുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി. ആശ്വാസത്തിന്റെ തെളിനീര് പെയ്യും ആഹ്ലാദവലതെല്ലാം രാത്രി, ആശ്വാസത്തിന്റെ തെളിനീര് പെയ്യും ആഹ്ലാദവലതെല്ലാം രാത്രി. ഭൂമിയിലോരോ പുൽക്കൊടി പോലും റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി, റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി. ഭൂമിയിലോരോ പുൽക്കൊടി പോലും റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി, റബ്ബിൽ സ്തുതിക്കുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി. ആശിച്ചതൊക്കെയും മാനവനെന്ന് അടിയാർക്ക് നൽകുന്ന രാത്രി, ആശിച്ചതൊക്കെയും മാനവനെന്ന് അടിയാർക്ക് നൽകുന്ന രാത്രി. അടിമകളെല്ലാം ആരാധനകൾ ചൈതന്യമാക്കുന്ന രാത്രി, ചൈതന്യമാക്കുന്ന രാത്രി. അടിമകളെല്ലാം ആരാധനകൾ ചൈതന്യമാക്കുന്ന രാത്രി, ചൈതന്യമാക്കുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. റമദാനിലുണ്ടൊരു രാത്രി, റഹ്മത്ത് ചൊരിയുന്ന രാത്രി, ലൈലത്തുൽ ഖദർ വന്നിറങ്ങുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി, ഭക്തിയാലാളുന്ന രാത്രി. എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. തൽക്കാലത്തിന് ഞാൻ വിടവാങ്ങുന്നു. ഈ പരിപാടിയെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. friendscreations@live.com 0096656104373